لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله ഈ മജ്ലിസിൽ ഇപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. അതിൻ്റെ എല്ലാം മിസ്ല് സവാബ് ആദരവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ലോകത്ത് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ മറപ്പെട്ട് കിടക്കുന്ന മുഴുവൻ ഔലിയാക്കളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. വിശിഷ്യ ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് നിങ്ങളെ ബൈത്തടുക്കത്ത് മറപ്പെട്ട് കിടക്കുന്ന മഹാനരിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഒന്നരായ ഖുറത്തു സാദാത്ത് ഖുറത്ത തങ്ങളുപ്പാപ്പാന്റെ ദർബാറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ എല്ലാം ഹഖ് ജാ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. റബ്ബേ ഇനിയുള്ള കാലം നിന്നെ പേടിച്ച് നല്ല തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. റബ്ബേ നീ ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. നിന്നോടുള്ള സ്നേഹം ഞങ്ങളെ ഖൽബിൽ ഇട്ട് തരണേ അല്ലാഹ്. നിന്റെ ദീനിനോടുള്ള ഹുബ്ബ് ഞങ്ങളെ ഖൽബിൽ ഇട്ട് തരണേ അല്ലാഹ്. റബ്ബേ നിസ്കാരത്തോടുള്ള ഹുബ്ബ് നൽകണേ അല്ലാഹ്. ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ അവസരം നൽകണേ അല്ലാഹ്. തെറ്റുകളിൽ നിന്നെല്ലാം പൂർണ്ണമായും മാറി നിന്ന് ജീവിക്കാൻ ആഫിയത്തോടുകൂടെ അവസരം നൽകണേ അല്ലാഹ്. ആര് ഞങ്ങളെ കൈവിട്ടാലും റബ്ബുൽ ആലമീനായ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്. റബ്ബേ നിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ അരികിൽ ഈ സദസ്സിനെ പറഞ്ഞ് പുകഴ്ത്തുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഈ റഹ്മത്തെ നീ പെടുത്തണേ അല്ലാഹ്. റബ്ബേ ഈ പരിപാടി സംഘടിപ്പിച്ച ഈ ദേവസ്യ കുടുംബം, അതുപോലെ ഈ കുടുംബത്തിലെ ആണുങ്ങൾ പെണ്ണുങ്ങൾ, ചെറിയവർ വലിയവർ, പ്രായമുള്ളവർ യുവാക്കൾ, ഉമ്മാമമാര് യുവതികൾ, ചെറിയ പിഞ്ചുമക്കൾ ഉൾപ്പെടെ, അതുപോലെ ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ എല്ലാ സ്നേഹജനങ്ങളും, ആണുങ്ങൾ പെണ്ണുങ്ങൾ, ഈ പരിപാടി ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മുഹബ്ബീങ്ങൾ, റബ്ബേ ഞങ്ങൾക്കും അവർക്കുമെല്ലാം ഒരുപാട് ഖൈറായ ഉദ്ദേശങ്ങളുണ്ട്. നിന്നോടല്ലാതെ ഞങ്ങൾക്കത് പറയാനില്ല. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളെ നീ ഞങ്ങൾക്ക് ഹാസിലാക്കണേ അല്ലാഹ്. നിറവേറ്റി തരണേ അല്ലാഹ്. സാധിപ്പിച്ചു തരണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾക്കും അവർക്കുമെല്ലാം ഒരുപാട് സങ്കടങ്ങളുണ്ടല്ലാഹ്. ഒരുപാട് ബേജാറുകളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. നിന്നോടല്ലാതെ ഞങ്ങൾക്കതൊന്നും പറയാനില്ല. നീ ഞങ്ങളെ വിഷമങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ റബ്ബേ. അത് തന്നവനും നീ തന്നെയല്ലേ അല്ലാഹ്. അത് മാറ്റുന്നവനും മാറ്റാൻ കഴിവുള്ളവനും എല്ലാം നീ തന്നെയല്ലേ അല്ലാഹ്. നിന്നിലേക്ക് ഇതാ ഞങ്ങൾ കരങ്ങൾ ഉയർത്തുകയാണ്. ഞങ്ങളെ ഓരോരുത്തരുടെയും എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണേ അല്ലാഹ്. തീർത്തു തരണേ അല്ലാഹ്. മല പോലെയുള്ളത് മഞ്ഞ് പോലെയാക്കണേ അല്ലാഹ്. റബ്ബേ രോഗികളുണ്ട് റഹ്മാനേ. ഈ സദസ്സിലുമുണ്ട്, ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുണ്ട്, ഞങ്ങളെ വീടുകളിലുള്ളവരുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്. ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, നേരത്തെ പറയപ്പെട്ടവർ ഉൾപ്പെടെ എല്ലാവർക്കും നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾക്കാർക്കും താങ്ങാൻ കഴിയാത്ത
ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിന് തടസ്സമാകുന്ന, ഞങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നതിന് തടസ്സമാകുന്ന, ഞങ്ങൾ അങ്ങോട്ടിങ്ങോട്ടൊക്കെ പോയി വന്ന് നിന്റെ ദീനിനു വേണ്ടി ഇൽമു പറയാനും കേൾക്കാനും അതിനെല്ലാം തടസ്സമാകുന്ന വിധത്തിൽ ഞങ്ങൾക്കാർക്കും നീ മാരകമായ രോഗങ്ങളെ തന്ന് ഒരു നിലക്കും നീ പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലാ, ട്യൂമർ തരല്ലേ അല്ലാ, അറ്റാക്ക് തരല്ലേ അല്ലാ, ബ്ലോക്ക് തരല്ലേ അല്ലാ, ഞരമ്പിന്റെ ബുദ്ധിമുട്ട് തരല്ലേ അല്ലാ, തലകറക്കം തരല്ലേ അല്ലാ, ശരീരം മാലുന്നത് പോലെ അനുഭവപ്പെടുന്നത് തരല്ലേ അല്ലാ, ലിവർ തകർക്കല്ലേ അല്ലാ, കിഡ്നി തകരാറിലാക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങൾ അറിഞ്ഞിട്ടോ അറിയാതെയോ അത്തരത്തിലുള്ള വല്ലതിന്റെ ലക്ഷണമുണ്ടോ, അംശങ്ങളുണ്ടോ ഈ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ ബറക്കത്തുകൊണ്ട്, മുഅ്മിനാത്തുകളെ ബറക്കത്തുകൊണ്ട് നീ അതെല്ലാം ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് നീ ശിഫാ ചെയ്യണേ അല്ലാ. പൂർണ്ണമായും മാറ്റിക്കളയണേ അല്ലാ. സിഹർ ബാധിച്ചവരുണ്ടോ, ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ബാത്തിലാക്കണേ അല്ലാ. കണ്ണേറ് ബാധിച്ചവരുണ്ടോ, ബാത്തിലാക്കണേ അല്ലാ. മാനസിക പ്രശ്നം പിടികൂടിയവരുണ്ടോ, ശിഫാ ചെയ്യണേ അല്ലാ. ഹാസിദീങ്ങളെ ഹസദിൽ നിന്ന് കാക്കണേ അല്ലാ. ളാലിമീങ്ങളെ ദുൽമിൽ നിന്ന് കാക്കണേ അല്ലാ. ഖായിനീങ്ങളെ ഖിയാനത്തിൽ നിന്ന് കാക്കണേ അല്ലാ. മുഴുവൻ ശർറുടയവരുടെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. റബ്ബേ, ശത്രുക്കളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഒരാളെ മുന്നിലും ദുനിയാവിലോ ആഖിറത്തിലോ നീ ഞങ്ങളെ ഫളീഹത്താക്കല്ലേ അല്ലാ. നീ പൊരുത്തപ്പെടുന്ന സന്തോഷം ഞങ്ങളെ ജീവിതത്തിലുടനീളം നീ നൽകണേ അല്ലാ. റബ്ബേ, ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇവിടെ ധാരാളം ബിസിനസ്സുകാരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, കൃഷിയുള്ളവരുണ്ട്, വാഹനത്തിൽ പോകുന്നവരുണ്ട്. എല്ലാവർക്കും ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളെ കരീം ഹാജി റബ്ബേ, തുടക്കം മുതൽ അവസാനം വരെ പോകാതെ എന്നോട് പറഞ്ഞു, ഞാൻ എപ്പോഴോ പോകാൻ വിചാരിച്ചതാണ്, ഉസ്താദായതുകൊണ്ട് അവസാനം വരെ ഇരുന്നതാണെന്ന് പറഞ്ഞു. യാ റബ്ബ് യാ അല്ലാഹ്, അതിന്റെ ബറക്കത്തും സന്തോഷവും കരീമാജിക്കും ഞങ്ങൾക്കും നീ തരണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ ആഫിയത്ത് തരണേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ. കരീമാജിയുടെ ഭാര്യ, മക്കള്, കുടുംബം, നീ ആ കുടുംബത്തെയും ഞങ്ങളെയും ഈ കുടുംബത്തെയും അനുഗ്രഹിക്കണേ അല്ലാ. കരീമാജിയുടെ സമ്പത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കൊടുത്തതിലും കൊടുക്കുന്നതിലും എല്ലാം ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ ആഫാത്ത് മുസീബാത്തിൽ നിന്ന് അവരെയും ആ കുടുംബത്തെയും ഇവിടെ സംഘടിപ്പിച്ച ഈ കുടുംബത്തെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. റബ്ബേ, ഈ മഹത്തായ പള്ളിക്ക് സ്ഥലം നൽകി, അതുപോലെ ഇവിടെ പള്ളി ഉണ്ടാക്കിച്ചു, അതുപോലെ മദ്രസയുണ്ടാക്കി അല്ലാ. അതിനുവേണ്ടി ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് കരീം ഹാജി, അതിൻ്റെ ഒക്കെ സന്തോഷം നീ ആ സഹായിച്ചവർക്ക് മുഴുവനും രണ്ട് ലോകത്തും നൽകണേ അല്ലാ. അതുകൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടുന്നവരിൽ പെടുത്തണേ അല്ലാ. റബ്ബേ, ശക്തമായ മഴ പെയ്യുന്ന സമയമാണ് റബ്ബേ. മഴയെ തുടർന്ന് ഒരു ആഫത്തും നീ ഞങ്ങൾക്ക് ആർക്കും നൽകല്ലേ അല്ലാ, ഒരിടത്തും നൽകല്ലേ അല്ലാ. ഈ മഴയുടെ ഖൈർ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഈ മഴയുടെ ശർറിനെ തൊട്ട് നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു അല്ലാ. പലയിടത്തും കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലെല്ലാം പ്രളയങ്ങളും മറ്റും പലതും സംഭവിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു നാടാകെ ഒഴുകിപ്പോയതുമുണ്ട്. അത്തരത്തിലുള്ള ഒരു വാർത്തയും ഇനിയുള്ള ഈ സമയങ്ങളിൽ കേൾപ്പിക്കല്ലേ അല്ലാ. നിന്റെ പ്രത്യേകമായ കാവല് എല്ലാ നാടുകൾക്കും നീ നൽകി നിലനിർത്തണേ അല്ലാ. റബ്ബേ, മക്കളില്ലാത്തവരുണ്ട്, ഈ കുടുംബത്തിലുമുണ്ട്. ആരാണെന്ന് നിനക്കറിയാമല്ലോ. മക്കളില്ലാത്തവർക്ക് ഒരു കുഞ്ഞുകാല് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ, സക്കരിയ നബി അലൈഹിസ്സലാമിന്
എത്രയോ പ്രായം കഴിഞ്ഞിട്ട് നീ മോനെ കൊടുത്തില്ലേ അല്ലാ. മറിയം ബീവിക്ക് എത്രയോ കാലം കഴിഞ്ഞിട്ട് ഈസ നബിയെ കൊടുത്തില്ലേ അല്ലാ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എത്രയോ കാലം കഴിഞ്ഞിട്ട് മക്കളെ കൊടുത്തില്ലേ അല്ലാ. നിനക്ക് നൽകാൻ കഴിവുള്ളവനാണ് നീ. നിന്റെ ഖജനാവൊന്നും കുറഞ്ഞിട്ടില്ലല്ലേ റബ്ബേ. എന്ത് കുറവുകളുണ്ടെങ്കിലും നീ അത് നികത്തിയിട്ട് റബ്ബേ ഖൈറായ സന്താന ഭാഗ്യം നീ നൽകി സന്തോഷിപ്പിക്കണേ അല്ലാ. റബ്ബേ നീ ഞങ്ങൾക്ക് മക്കളെ തന്നിട്ടുണ്ട്, ആൺമക്കളെ തന്നിട്ടുണ്ട്, പെൺമക്കളെ തന്നിട്ടുണ്ട്. ഞങ്ങളെ മക്കളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ കണ്ണുകൊണ്ട് ഞങ്ങളെ മക്കളെ മയ്യത്ത് കാണുന്നൊരവസ്ഥ നീ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. റബ്ബേ ഞങ്ങളെ മക്കളെ, എല്ലാ മക്കളെ നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിന് നേതൃത്വം നൽകാൻ ഉപ്പമാരും ഉമ്മമാരുമായ ഞങ്ങൾ തന്നെ മുന്നിലുണ്ടാകണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് റഹ്മാനേ. അതിലൊന്നും കൂടാൻ കഴിയാതെ, അത് കാണാൻ കഴിയാതെ, അതിന് മുന്നിൽ നിൽക്കാൻ കഴിയാതെ നീ ഞങ്ങളാരെയും വേഗം നിന്നിലേക്ക് മടക്കി വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെ മക്കളുടെ, ഞങ്ങളെ പേരമക്കളുടെ ഒരുപാട് സന്തോഷം കണ്ട് എല്ലാ ഉത്തരവാദിത്വവും നിർവഹിച്ച് ഒരു നല്ല സമയം, ഒരു നല്ല സ്ഥലത്ത് നിന്റെ വിളിക്കുത്തരം ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ നിന്റെ ഭാഗത്ത് നിന്ന് നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് നീ ദീർഘായുസ് തന്നാൽ മാത്രം പോരാ, ഞങ്ങളെ ആർക്കും ഭാരമാകാത്ത വിധത്തിൽ ഞങ്ങൾക്ക് നല്ല ആഫിയത്ത് നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ സ്വന്തം വീട്ടുകാർ പോലും ഞങ്ങളെ വെറുത്ത് കളയുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങളെ മക്കളെ കൊണ്ട് നീ ഞങ്ങളെ ഫളീഹത്താക്കല്ലേ അല്ലാ. ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ മക്കളെയും നീ വഷളാക്കല്ലേ അല്ലാ. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ഇസ്സത്ത് തരണേ അല്ലാ. ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ മക്കൾക്ക് ഇസ്സത്ത് തരണേ അല്ലാ. റബ്ബേ ഞങ്ങളെക്കാൾ വലിയ സ്ഥാനങ്ങളിലേക്ക്, ഞങ്ങൾ കയറിയ സ്റ്റേജിനേക്കാൾ വലിയ സ്റ്റേജിൽ കയറി ഞങ്ങളെ മക്കൾ, ഞങ്ങളെ പേരമക്കൾ, ഞങ്ങളെ ശിഷ്യന്മാർ വാല് പറയുന്ന കാഴ്ച അത് ഞങ്ങൾക്ക് കണ്ട് സന്തോഷിക്കാനും ആസ്വദിക്കാനും ഉൾക്കൊള്ളാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഈ നാട്ടിൽ നിന്നും പരിസരത്ത് നിന്നും ഞങ്ങളെ ഈ കുടുംബത്തിൽ നിന്നും ഞങ്ങളെ കുടുംബത്തു നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ ഈ തവണ ഹജ്ജിന് പോയവർ, പോകാൻ ഒരുങ്ങി നിൽക്കുന്നവർ റബ്ബേ, അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോയവർ, ഞങ്ങളെ ഉറ്റവർ, ഉടയവർ, കുടുംബാംഗങ്ങൾ, സ്നേഹജനങ്ങൾ, ബന്ധുമിത്രാദികൾ, പോകുമ്പോൾ ഞങ്ങളോട് യാത്ര ചോദിച്ചവർ, ഞങ്ങളെ മൗലിദിന്റെ സദസ്സിലേക്ക് ക്ഷണിച്ചവർ, അതുപോലെ ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഞങ്ങളെ അറിയിച്ചവർ, ഞങ്ങളെ അറിയിക്കാതെ പോയവർ, ആരെല്ലാം എങ്ങനെയെല്ലാം പോയവരുണ്ടോ എല്ലാവർക്കും ഒരു ആഫത്തും മുസീബത്തും വരുത്താതെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലാ. അവരുടെയൊക്കെ ഉത്തരം ലഭിക്കുന്ന ദുആകളിൽ സാധുക്കളായ ഞങ്ങളെയെല്ലാം നീ പെടുത്തി ഞങ്ങൾക്ക് അതിനെല്ലാം ഒരു ഇടം നൽകണേ അല്ലാ. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഈ പരിപാടി ഇത്രയും ഭംഗിയായ നിലക്ക് നടത്താൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഈ കുടുംബത്തിൽ ഇവിടെ എത്തിച്ചേർന്നവർ, വരാൻ പ്രയാസപ്പെട്ട് വരാൻ കഴിയാതെ പ്രയാസപ്പെട്ടവർ, അതുപോലെ ഈ കുടുംബം ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ഈ പരിസരത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്ന യുവാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ, കുട്ടികൾ, മക്കള്, അല്ലാ എല്ലാവരെയും നീ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെയെല്ലാം നീ കാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. റബ്ബേ പ്രത്യേകിച്ച് റബ്ബേ ഇവിടുന്ന് ധാരാളം ഈ പരിപാടിക്ക് സഹായിച്ചവർ, ശീരണിക്ക് സഹായിച്ചവർ, നേരത്തെ പറഞ്ഞതുപോലെ അരിയും ഇറച്ചിയും പഞ്ചസാരയും ഇതൊക്കെ തന്നവർ ആരൊക്കെ ഉണ്ടോ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചവർ, ഞങ്ങളിൽ നിന്ന് മരിച്ചവർ, ബൈത്തടുക്ക ഖബർസ്ഥാനിൽ കിടക്കുന്നവർ, ഇവിടെ കിടക്കുന്നവർ, അല്ലാ ആരൊക്കെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടോ, സാധുവാടെ എൻ്റെ ഉപ്പയുൾപ്പെടെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഈ ദേവസ്യ കുടുംബത്തിൽ നിന്ന് മരിച്ചവർ ആരെല്ലാം ഉണ്ടോ
അവർക്കൊക്കെ ഈ സദസ്സിന്റെ ഗുണവും നേട്ടവും അവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഇത് കണ്ടവർക്ക് സന്തോഷിക്കാൻ വകുപ്പ് നൽകണേ അല്ലാ. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ആൺമക്കളുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഞാനിവിടെ വന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടുകാരൻ, ഈ കുടുംബത്തിലെ അംഗമായ നമ്മളെ നസീർ ബായിയുടെ പിതാവിൻ്റെ സഹോദരൻ ആദംച്ച വലിയ മൂത്തപ്പൻ്റെ മോൻ. അപ്പം അവരെ വീട്ടിലായിരുന്നു ഭക്ഷണം. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി. ഞാനും അതുപോലെ കരീമാജി ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പോയി ഭക്ഷണം കഴിച്ചു വന്നതാണ്. ആ ഭക്ഷണം ഉണ്ടാക്കാൻ കൂടെ നിന്ന ഉമ്മമാര്, സഹോദരിമാര്, ആണുങ്ങള്, പെണ്ണുങ്ങള് എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم على محمد. اللهم صل على محمد يا ربي صل عليه وسلم. ആദ്യമായിട്ടാണ് മുസാഫത്ത് ചെയ്യുമ്പോൾ പൈസ എടുക്കണ്ടെന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് മുസാഫത്ത് ചെയ്യുക എല്ലാവരും വരിക ഇൻഷാ അല്ലാ. പൈസ ആരും തരണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ പോകുന്ന എല്ലാ സദസ്സിലും നിങ്ങളെ ഇൻഷാ അല്ലാ സ്നേഹം ചെയ്യും. നിങ്ങളൊക്കെ ഞങ്ങളെ ആഫിയത്തിനും ദീർഘായുസ്സിനും ഇനിയും ഒരുപാട് കാലം ഇതിനേക്കാൾ ഉഷാറിൽ വഅദ് പറഞ്ഞ് നടക്കാനും മുതഅല്ലിമീങ്ങൾക്കൊക്കെ കിതാബ് ഓതി കൊടുക്കാൻ തൗഫീഖ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. ദുആ വസിയത്തോടെ വാഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا ربي صل عليه وسلم. ഇതുവരെ ഇത്രയും നേരം നമുക്ക് വേണ്ടി സാരസമ്പൂർണമായ ഉപദേശം നൽകിയ ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി കളക്സ ഉസ്താദിന് ദേവസ്യ ഫാമിലിയുടെ വകയായും നമ്മെല്ലാവരുടെയും വകയായും 1000 നന്ദികൾ അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ഇത്രയും നേരം വന്ന് ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനാത്തുകൾക്കും പിന്നെ ഫസൽ മീഡിയ ഉസ്താദിനും അതുപോലെ മൈക്ക് നല്ല നിലക്ക് ശബ്ദം കൊടുത്ത ആ മൈക്കിൻ്റെ അഹലുകാർക്കും അതുപോലെ ഇതിനു വേണ്ടി അധ്വാനിച്ച, സഹായിച്ച, സഹകരിച്ച ദേവസ്യ ഫാമിലിയിലുള്ള എല്ലാ ഓരോരുത്തർക്കും
1000 നന്ദികൾ അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ മദ്രസ ലീവാണ്.